9,000 കോടി റുപ്യൻ്റെ ആസ്തി ഉണ്ടായിരുന്നു എന്നല്ലേ എന്താകണത്. ഇപ്പോഴൊക്കെ ഉസ്മാൻ അഫാർ അള്ളാന്റെ സ്വത്തുക്കളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഹുമാസിയത്ത് ഉസ്മാൻ 5 പ്രിൻസിപ്പാൾ തത്വങ്ങൾ ഞാൻ വല്ലാതെ എന്തായിട്ടുണ്ട്. നമ്മളൊക്കെ ഞാൻ എപ്പോഴും ബിസിനസ്സുകാരെ കാണുമ്പോൾ പറയുന്ന കാര്യമാണ് ഈ 5 കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സും വളരാൻ കഴിയും. ഞാനൊരു മാസികയിൽ വായിച്ചിട്ടുണ്ട്, ഏതൊരു ബിസിനസ്സുകാരനും 50% ബിസിനസ്സും 5 കൊല്ലത്തിനുള്ളിൽ പരാജയപ്പെടും. അതിന് കാരണം എന്താ വെച്ചാൽ കുന്തു ആലിജുഹു എന്നാണ്. അത് ഞാൻ എൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യൻ്റ് പോലെ, അത് ഹാർട്ടിൻ്റെ പൾസ് എന്താണ്, കിഡ്നിൻ്റെ എന്താണ്, ബ്രെയിൻ്റെ എന്താണ്, സോഡിയം എന്താണ്, കാൽസ്യം, അതിൻ്റെ എല്ലാ വശങ്ങളും സദാസമയത്തും നോക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതാണ് മറ്റൊന്ന് അസ്തസ്മിർ. ഈ എന്തെങ്കിലും ലാഭം കുറച്ചുണ്ടാകുമ്പോഴേക്ക് വലിയ കാറ് വാങ്ങി വലിയ പേരുണ്ടാക്കി ഇവിടെ ബിസിനസ് മൂലധനം എടുത്തിട്ട് ഈ വിത്തെടുത്ത് കുത്തി തിന്നണ കുറച്ച് സ്വഭാവം. അതുപോലെ തന്നെ 3ാമത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ലാ അഷ്തരി ഷെയ്ഖൻ, ഞാൻ എന്താവൂല പ്രോഫിറ്റബിൾ വയസ്സുള്ളതിന് ഞാൻ ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യൂല. പിന്നെ 4ാമത്തെ കാര്യം വലാ അബ്ഖസു ദിബ്ഹാൻ, ചെറിയ ലാഭമാണെങ്കിലും അത് ചെറുതായി കാണൂല. ലാഭം കിട്ടാവുന്ന ഏതും. പിന്നെ ജാത്തുർ റസഫി എന്ന് പറഞ്ഞ ഈ 5 കാര്യം. പിന്നെ അതിൽ വേറൊന്നും കൂടി ഉണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആവശ്യം എന്ത് സദഖ വേണമെങ്കിലും ആദ്യം കൊടുക്കുന്നത് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഞാൻ പറയല് സുദാസിയാത്ത് ഉസ്മാൻ എന്നാ പറയല്. ഇത് 5 കാര്യങ്ങൾ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. സുദാസിയാത്ത് ഉസ്മാൻ എന്ന് പറയും.